നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഉത്തരം ഡി. ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം സി. നിതിൻ മധുക്കർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ഉത്തരം സി. മദ്രാസ്. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ബി. ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? ഉത്തരം ഡി. മറാത്ത. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം എ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഡി. ലോർഡ് ലിൻലിത്ഗോ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഡി. രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ഉത്തരം സി. സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? ഉത്തരം സി. 30. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഉത്തരം ഡി. രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഡി. ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ബി. പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ഉത്തരം ഡി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഉത്തരം സി. ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഉത്തരം എ. ലോർഡ് കഴ്സൺ. ക്വസ്റ്റ്യൻ 17, 18, 19 ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഉത്തരം എ. ഉത്തരാഖണ്ഡ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം. സെബിയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ബി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഉത്തരം ഡി. 40. അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡി. മിസൈൽ. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഡി. ഇവയൊന്നുമല്ല. തന്നിരിക്കുന്ന പ്രസ്താവനകളൊക്കെ ശരിയാണ്. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ. ഇതിൻ്റെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഉത്തരം എ. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം സി. 1ഉം 3ഉം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം സി. 3. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം സി. ഹരിയാന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഡി. 4. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഡി. എല്ലാം ശരി. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? ഉത്തരം എ. 2ഉം 3ഉം. പാമ്പാടും ചോല, ഇടുക്കി. ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം എ. 1ഉം 2ഉം. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം.
കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം സി 3. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടു കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഉത്തരം സി 3. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഉത്തരം എ 1, 2, 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ബി 1ഉം 2ഉം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ബി ഇടുക്കി. വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം എ തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം സി വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം എ വയനാട്. തിരുകൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ഉത്തരം ബി 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ഉത്തരം ഡി മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം സി വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം എ സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം? ഉത്തരം എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആര്? ഉത്തരം സി തുഷാർ ദേശ് പാണ്ഡെ. ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയത് ആര്? ഉത്തരം ബി വി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം ഡി 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഉത്തരം എ VK മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? ഉത്തരം ബി വിറ്റാമിൻ ഡി. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? ഉത്തരം എ നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ഉത്തരം ബി കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? ഉത്തരം ഡി ഡയേറിയ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം സി പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ? ഉത്തരം ഡി E. coli ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി? ഉത്തരം ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏതു കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഉത്തരം ബി ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഉത്തരം സി കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം ഡി 2ഉം 3ഉം മാത്രം ശരി. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം ബി 1ഉം 2ഉം മാത്രം ശരി. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്.
കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ബി സാരഥി. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഉത്തരം ബി ശാസ്ത്രജ്ഞർക്ക്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ. ഉത്തരം ബി വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ഉത്തരം ഡി ചിക്കൻ പോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ഉത്തരം സി പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഉത്തരം ഡി മുകളിൽ പറഞ്ഞതെല്ലാം. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സി അനാരോഗ്യമായ ഭക്ഷണശീലം. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം സി ക്വാഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം എ വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. ഉത്തരം ബി താലോലം. വില്ലം ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം എ ബോർഡെറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ഉത്തരം സി വാരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ബി ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമേതാണ്? ഉത്തരം എ ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഉത്തരം സി ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഉത്തരം ഡി 1056. അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ വായിച്ചു പോവാം. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി 11/35, 82 ബി, 83 എ, 84 ബി, 85 ഡി, 86 ഡി, 87 ബി, 88 സി, 89 സി, 90 ബി. തൊണ്ണൂറ്റി 91 സി, 92 സി, 93 ഡി, 94 ബി, 95 സി, 96 ഡി, 97 സി, 98 ബി, 99 എ, 100 സി.